കുറച്ച് ദിവസം മുമ്പ് നടനും സംവിധായകനുമായ ബാലചന്ദ്ര മേനോൻ ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ബാലചന്ദ്ര മേനോന് അന്ന് മികച്ച നടനുള്ള നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അതിലെ ചില തിരിമറികളെക്കുറിച്ചും കുറച്ച് എന്താ പറയുക, ഒരു തുറന്നു പറച്ചിലായിരുന്നു അത്. അപ്പോൾ ആ ഒരു സിനിമ സമാന്തരങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ആ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കഥകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ബാലചന്ദ്ര മേനോൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും അഭിനയം ഒക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു സകലകലാവല്ലവനെയാണ്. അപ്പോൾ ഒരുപാട് വർഷമായി, ശരിക്കും പറഞ്ഞാൽ ഒരു 77 ആ സമയത്ത് ഉത്രാടരാത്രി എന്ന് പറയുന്ന ഒരു സിനിമയിലൂടെയാണ് ബാലചന്ദ്ര മേനോൻ സംവിധാന രംഗത്തേക്ക് വരുന്നത്. വളരെ ചെറുപ്പത്തിലായിരുന്നു. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനായിരുന്നു. ഒരു സിനിമാ മാസികകളുടെയൊക്കെ മദ്രാസ് ലേഖകനെയൊക്കെ തുടങ്ങി 22-23 വയസ്സിലാണ് ആദ്യത്തെ സിനിമയൊക്കെ സംഭവിക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് സിനിമകൾ നമുക്ക് ബാലചന്ദ്ര മേനോനെ കുറിച്ചും തന്നെ നമ്മൾ മുമ്പ് ഒരു എപ്പിസോഡ് ഒന്ന് പരാമർശിച്ചിട്ടൊക്കെ നമ്മൾ പോയിരുന്നു. അതായത് അദ്ദേഹം എല്ലാ ഫെസ്റ്റിവൽസും സിനിമകൾ തിയേറ്ററിൽ ഇറക്കും. അതായത് വിഷു, ഓണം, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ സിനിമകൾ, കുടുംബ സിനിമകൾ, അദ്ദേഹം അഭിനയിക്കുന്ന സിനിമകളുണ്ടാവാം, മറ്റു നടന്മാർ അഭിനയിക്കുന്നതൊക്കെ ഉണ്ടാവാം. അങ്ങനെ ഒരുപാട് വർഷം, ഒരു 80s അദ്ദേഹം നിറഞ്ഞു നിന്നിരുന്നു. പിന്നെ 90 ആയപ്പോൾ കുറച്ച് പടങ്ങളുടെ എണ്ണം കുറഞ്ഞു. അതിൻ്റെ 93 ആ സമയത്താണ് അമ്മയാണ് സത്യം എന്ന് പറയുന്ന ഒരു സിനിമയൊക്കെ ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ വളരെ കുറച്ച് സിനിമകൾ അതിന് 90s കഴിഞ്ഞിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. സുഖം സുഖകരം എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അത് പരാജയമായിരുന്നു. ഏപ്രിൽ 19 എന്ന് പറഞ്ഞ സിനിമ ചെയ്തു, അത് ഒന്നും അത്ര വലിയ വിജയമായില്ല. അത് കഴിഞ്ഞ് 98 സമാന്തരങ്ങൾ എന്ന് പറയുന്ന ഒരു സിനിമ സംഭവിക്കുന്നത്. അതായത് 98 ഏപ്രിൽ തുടക്കത്തിലാണ് സമാന്തരങ്ങൾ തിയേറ്ററിൽ ഇറങ്ങിയത്. പക്ഷെ 97 തന്നെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ അവാർഡും കാര്യങ്ങളൊക്കെ അയച്ചിരുന്നു. അപ്പോൾ ആ ഒരു സിനിമ ശരിക്കും അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്ന ഒരു സിനിമ എത്ര പേര് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം ഞാനും ആ സിനിമ കുറേ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. കാരണം അത് ഇന്ന് യൂട്യൂബിലൊന്നും അത് അവൈലബിൾ അല്ല. ഞാനൊന്നും നോക്കി, യൂട്യൂബിൽ അവൈലബിൾ അല്ല. കാരണം അത് പണ്ട് ടി വിയിൽ വന്നപ്പോൾ കുറച്ച് കണ്ടിട്ടുണ്ട്. അത് ശരിക്കും ബാലചന്ദ്ര മേനോൻ്റെ മറ്റ് സിനിമകളിൽ നിന്ന് മാറി കുറച്ചൊരു എന്താ പറയുക, വേറൊരു ഓഫ് ബീറ്റ് ടൈപ്പ് ഓഫ് ഒരു സിനിമ, ശരിക്കും ഒരു അവാർഡ് സിനിമ എന്നൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ അങ്ങനെ പറയാം. അന്ന് അദ്ദേഹം ആ ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ആദ്യം തിലകനെയായിരുന്നു മനസ്സിലാലോചിച്ചിരുന്നത്. പക്ഷെ തിലകൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കുറച്ച് ക്ലാഷൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ തിലകൻ കുറേ സിനിമകൾ ചെയ്യുന്നതുകൊണ്ട് തിലകനെ മാറ്റേണ്ടി വന്നു. അത് തിലകനതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ തിലകനായിരുന്നെങ്കിൽ ഒരു പ്രൊഡ്യൂസർ ആദ്യം വന്നിരുന്നു. പക്ഷേ തിലകൻ പിന്മാറി കഴിഞ്ഞപ്പോൾ ആ റോള് ബാലചന്ദ്ര മേനോൻ തന്നെ ചെയ്യാം എന്ന് തീരുമാനിച്ചപ്പോൾ ആ പ്രൊഡ്യൂസർ മാറി. അവസാനം ബാലചന്ദ്ര മേനോൻ്റെ ഭാര്യ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് അവരൊരു V&V പ്രൊഡക്ഷൻസ് എന്നൊക്കെയാണ് അവരുടെ പേര്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഭാര്യയുടെ പേരിലാണ് ആ ഒരു സിനിമ തുടങ്ങുന്നത്. ആ ഒരു സിനിമയിൽ അദ്ദേഹം പ്രായമായിട്ടുള്ള ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനായിട്ടാണ്. ഇസ്മയിൽ എന്നാണ് ആ ഒരു ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബാലചന്ദ്ര മേനോന് ഒരു ഇൻസ്പയർ ചെയ്ത ബാലചന്ദ്ര മേനോൻ്റെ അച്ഛൻ്റെ ഒരു റിയൽ ലൈഫ് തന്നെ. കാരണം ബാലചന്ദ്ര മേനോൻ്റെ അച്ഛൻ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു ഉദ്യോഗസ്ഥനൊക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം കുട്ടിക്കാലത്ത് റെയിൽവേ ക്വാർട്ടേഴ്സിലൊരു താമസവും, അപ്പോൾ ട്രെയിനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചെറുപ്പം മുതലേ ഒരു മനസ്സിലുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് ആ ഒരു കഥ വരുന്നത്. പിന്നെ അതിൽ ഇസ്മയിൽ 2 ഭാര്യമാരുണ്ട്. ഞാൻ കുറേ മുമ്പ് കണ്ടിട്ടുള്ളതാണ്. അപ്പം എൻ്റെ മനസ്സിൽ അതൊരു 2 ഭാര്യമാരുണ്ട്, ഉമ്മയുണ്ട്, മകൾക്ക് ഒരു കുട്ടിയുണ്ട്. അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിലൊരു ബാലചന്ദ്രൻ്റെ മകൻ്റെ ഒരു ക്യാരക്ടർ അച്ഛനായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചു. അതായത് ഒരു ബിസിനസ് തുടങ്ങാൻ പൈസ വേണം, അപ്പോൾ അത് കൊടുക്കുന്നില്ല. നന്നായി പഠിക്കാനാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ അച്ഛനൊക്കെ ആയിട്ടുള്ള ദേശത്തിൻ്റെ പുറത്ത് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുന്നതും പിന്നെ ഒരു രാഷ്ട്രീയ ഗുണ്ടയായി മാറുന്നതും അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു സ്ലോ പേസ്ഡ് ആയിട്ട് പോകുന്നൊരു സബ്ജക്റ്റാണ്. അപ്പം എൻ്റെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു സൂര്യ ടി വിയിലൊക്കെ ഇടയ്ക്ക് വരാറുണ്ടെന്ന് തോന്നുന്നു. പിന്നെ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. യൂട്യൂബിൽ എന്തായാലും ഞാൻ നോക്കിയിട്ടത് കണ്ടില്ല. നിങ്ങളെന്തായാലും അത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ള നിങ്ങൾക്ക് അറിയുമെങ്കിൽ നമുക്കൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആ ഒരു സിനിമ അന്ന് ഇതേപോലെ തന്നെ അവാർഡും കാര്യങ്ങളൊക്കെ അയച്ചു. അന്ന് ബാലചന്ദ്ര മേനോൻ 9 ഡിപ്പാർട്ട്മെൻറ്റുകളാണ്. അതായത് കഥയും തിരക്കഥയും സംഭാഷണം കൂടെ അദ്ദേഹം എഡിറ്റിങ്ങും മ്യൂസിക്കിലും എല്ലാത്തിലും അദ്ദേഹം തന്നെയായിരുന്നു അതിൽ. അങ്ങനെ 9 ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമാണ്. 9 ഡിപ്പാർട്ട്മെൻറ്റിൽ ബാലചന്ദ്ര മേനോൻ്റെ പേരുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അന്ന് സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപിച്ച സമയത്ത് ശരിക്കും അന്ന് സ്റ്റേറ്റ് അവാർഡിലൊന്നും എനിക്ക് തോന്നുന്നു സ്പെഷ്യൽ ജൂറി അവാർഡ് ഒന്നും കിട്ടിയുള്ളൂ. പക്ഷേ നാഷണൽ അവാർഡിലാണ് അന്ന് മികച്ച നടന്. അന്ന് ശരിക്ക് സുരേഷ് ഗോപിയും മികച്ച നടനാണ്, ഒപ്പം ബാലചന്ദ്ര മേനോനും 2 പേരും മികച്ച നടന്മാരായിട്ടാണ് അന്ന് അവരെ തിരഞ്ഞെടുത്തത്. പിന്നെ അതേപോലെ തന്നെ അന്ന് നാഷണൽ അവാർഡ് കിട്ടിയപ്പോൾ അതിന് മികച്ച കുടുംബക്ഷേമ ചിത്രം അതിനുള്ള അവാർഡ് സംവിധായകനും നിർമ്മാതാവിനും. അങ്ങനെ 3 അവാർഡുകളെന്ന് ശരിക്കും പറയാം. അതായത് ഈ കുടുംബക്ഷേമ ചിത്രത്തിന് അവാർഡ് ബാലചന്ദ്ര മേനോനും കിട്ടി, സംവിധായകന്, നിർമ്മാതാവായിട്ട് ഭാര്യയ്ക്കും കിട്ടി. പിന്നെ നടൻ എന്ന രീതിയിലും ബാലചന്ദ്ര മേനോന് കിട്ടി. അപ്പോൾ ബാലചന്ദ്ര മേനോൻ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ ഒരു പ്രിവ്യൂക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ നടന്നിരുന്നപ്പോൾ
അന്ന് അത്യാവശ്യം നല്ല ഒപ്പീനിയൻ കിട്ടി. അപ്പോൾ അന്ന് ആ ഒരു പ്രിവ്യൂ നടക്കുന്ന സമയത്ത് ജഗതി ശ്രീകുമാറും മുകേഷും ഒക്കെ അന്ന് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ തമാശ രൂപേണ ജഗതി പറഞ്ഞു, ഒരു സ്റ്റേറ്റ് അവാർഡ് മണക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണ് ഞാൻ അറിഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ബാലചന്ദ്രൻ പറഞ്ഞു സ്റ്റേറ്റ് അവാർഡൊന്നുമല്ല, ചിലപ്പോൾ നാഷണൽ അവാർഡ് വരെ കിട്ടും എന്നൊക്കെ തമാശ രൂപേണ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ 3 അവാർഡ് ഞാൻ വാങ്ങിയെടുക്കും എന്ന് ബാലചന്ദ്രൻ അന്നൊരു ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് പറഞ്ഞു. ഞാൻ മികച്ച നടനും സംവിധായകനും നിർമ്മാതാവിനൊക്കെ ഉള്ള എല്ലാത്തിനുള്ള അവാർഡ്, തിരക്കഥയ്ക്കുള്ള അവാർഡൊക്കെ വാങ്ങിയെടുക്കും എന്നൊക്കെ അന്ന് തമാശ രൂപേണ പറഞ്ഞു. അങ്ങനെയാണ് പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ 3 അതായത് ഈ കുടുംബക്ഷേമ ചിത്രത്തിനുള്ള അവാർഡും മികച്ച നടനുള്ള അവാർഡേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ബാലചന്ദ്ര മേനോൻ ഈ അടുത്തൊരു പരാമർശം നടത്തിയത്. അന്നും കുറച്ച് കാലം മുമ്പുള്ള ചില ആർട്ടിക്കിൾസിൽ ബാലചന്ദ്ര മേനോൻ പറഞ്ഞിട്ടുണ്ട്, പേരെടുത്ത് പറയാതെ. അതൊരു ജൂറി അംഗം ഈ പറയുന്ന ഇത് കഴിഞ്ഞിട്ട് അവാർഡ് പ്രഖ്യാപനമൊക്കെ കഴിഞ്ഞിട്ട് അന്ന് ഇവർ അവാർഡ് വാങ്ങാനായിട്ട് അവിടെ ചെന്ന ശേഷവും അന്ന് എല്ലാം ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞു, ശരിക്കും അന്നത്തെ ജൂറി തീരുമാനിച്ചിരുന്നത് 3 അവാർഡ്, അതായത് മികച്ച നടനും സംവിധായകനും അതുപോലെ തന്നെ മികച്ച സിനിമയ്ക്കും, അങ്ങനെ 3 അവാർഡുകൾ ബാലചന്ദ്ര മേനോന് വേണ്ടി തീരുമാനിച്ചിരുന്നതാണ്. പക്ഷെ മറ്റുള്ള ചില ജൂറിയിലെ ചില ആൾക്കാർ പറഞ്ഞു അത് വേണ്ട, എല്ലാം ബാലചന്ദ്ര മേനോന് കൊടുക്കണ്ട എന്ന് പറഞ്ഞ് പിന്നെയാണ് അതിലൊക്കെ കുറേ തിരിമറിയൊക്കെ നടന്നു എന്നാണ് ആ ജൂറി വെളിപ്പെടുത്തിയത്. അപ്പോൾ നമുക്കറിയാം അന്ന് സുരേഷ് ഗോപിക്കും അന്ന് അവാർഡ് കിട്ടി. പിന്നെ ജയരാജന് കളിയാട്ടത്തിന് മികച്ച സംവിധായകൻ ജയരാജായിരുന്നു തോന്നുന്നു. അപ്പോൾ ഇതൊന്നും ആദ്യം ഇല്ലായിരുന്നു എന്നൊക്കെയാണ് ബാലചന്ദ്ര മേനോന്റെ അടുത്ത് ഈ ജൂറി അംഗം വെളിപ്പെടുത്തിയത്. എന്തായാലും അന്ന് ബാലചന്ദ്ര മേനോന്റെ കരിയറിൽ ഒരു മികച്ച ഒരു സിനിമ തന്നെയാണ് സമാന്തരങ്ങൾ. സമാന്തരങ്ങൾ ഇറങ്ങിയ ശേഷം ബാലചന്ദ്ര മേനോൻ അദ്ദേഹത്തിൻ്റെ അച്ഛനെ കുറിച്ച് പറയാനുണ്ട്. അച്ഛൻ പൊതുവെ അങ്ങനെ വലിയ എപ്പോഴും എന്താ പറയുക മകനെ പുകഴ്ത്തുവോ അല്ലെങ്കിൽ സിനിമ ചെയ്തു എന്ന് വെച്ചാൽ അവരെ അഭിനന്ദിക്കുകയോ ഒന്നുമില്ല. ഇപ്പോൾ നാഷണൽ അവാർഡൊക്കെ പ്രഖ്യാപിച്ച് 2 ദിവസമൊക്കെ കുറേ കോൾസൊക്കെ വീട്ടിൽ വരുന്നു, ഒരുപാട് പേര് വീട്ടിൽ വന്ന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. പക്ഷേ അച്ഛനൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അമ്മ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു എന്താണ് മകൻ്റെ അടുത്തൊന്നും കിട്ടിയിട്ട് പറയട്ടെന്ന് ചോദിച്ചു. പറഞ്ഞു അങ്ങനെ അവസാനം ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ്റെ കഥ തന്നെ വേണ്ടി വന്നു നിനക്കൊരു അവാർഡ് കിട്ടാൻ അല്ലേ എന്ന് തമാശ രൂപേണ പറഞ്ഞു. അപ്പോൾ അച്ഛനൊക്കെ അങ്ങനെ വളരെ കാഷ്വലായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അച്ഛൻ അത് ഉള്ളിൽ അംഗീകരിച്ചു എന്നതിൽ അദ്ദേഹത്തിന് ഉറപ്പുണ്ട് എന്നും ബാലചന്ദ്ര മേനോൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സിനിമയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, മധു, സുകുമാരി, മാധു, അങ്ങനെ കുറേ പേരുണ്ട്. അപ്പോൾ ഇതിൽ സുകുമാരിയെക്കുറിച്ചുള്ള ഒരു ഇത് ബാലചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് സുകുമാരി ഇതിൽ ഉമ്മയായിട്ടാണ്, ഇസ്മയിൽ എന്ന് പറഞ്ഞ ബാലചന്ദ്രൻ ചെയ്ത ക്യാരക്ടറിൻ്റെ ഉമ്മയായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് ശേഷം ഇവർ തമ്മിൽ ഇസ്മയിൽ എന്നും ഉമ്മ എന്നും മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിക്കാറുള്ളത്. ഏകദേശം സുകുമാരി മരിക്കുന്ന ഒരു സമയം വരെയൊക്കെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ ആ രീതിയിലാണ് സംസാരിക്കുക. സുകുമാരിയുടെയും ഗംഭീര ക്യാരക്ടറായിരുന്നു. ബാലചന്ദ്രൻ പറഞ്ഞത് സുകുമാരിക്കൊന്ന് മികച്ച നടിക്കുള്ള അവാർഡ് ജൂറി അന്ന് ഫൈനൽ റൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ അതൊന്നും കിട്ടിയില്ല. കാരണം ആ സിനിമയ്ക്ക് അർഹിക്കുന്ന കുറേ അവാർഡുകൾ കൂടി കിട്ടണമായിരുന്നു. അതിൽ കുറച്ച് ഇതുണ്ട്. അത് അന്നത്തെ കുറേ ആർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്നത്തെ ഒരു 98 കുറച്ച് ആർട്ടിക്കിൾസിൻ്റെയൊക്കെ ചില ന്യൂസ് പേപ്പർ കട്ടിങ്ങിനെ കുറിച്ചൊക്കെ ഈ അടുത്തൊക്കെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. പിന്നെ അന്ന് നാഷണൽ അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ പേര് ആദ്യം, പിന്നെ ബാലചന്ദ്രമേൻ്റെ പേര്. അപ്പോൾ ഒരു സീനിയോറിറ്റി വെച്ചിട്ട് ബാലചന്ദ്രമേൻ്റെ പേര് ആദ്യം വെക്കണമായിരുന്നു. പക്ഷേ സുരേഷ് ഗോപിയുടെ പേര് വെച്ചിട്ടാണ് ബാലചന്ദ്രമേൻ്റെ പേര് വെച്ചത്. അതിലേതോ 1-2 പത്രങ്ങളിൽ മാത്രമായിരുന്നു ബാലചന്ദ്രമേൻ്റെ പേര് ആദ്യം വെച്ചതെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എന്തായാലും ആ ഒരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് പറയണം. ഏത് പ്ലാറ്റ്ഫോമിലാണ് അവൈലബിൾ എന്നുള്ളതും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ പറയുക. നിങ്ങളന്ന് തിയേറ്ററിൽ കണ്ടവരാണെങ്കിൽ ഈ 98 ആ ഒരു വിഷു സമയത്ത് ഒരുപാട് സിനിമകളുടെ ഇടയ്ക്കാണ് ഇറങ്ങി. തിയേറ്ററിൽ അങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു കളക്ഷനൊന്നും കിട്ടിയ സിനിമയല്ല. പക്ഷേ ബാലചന്ദ്ര മേനോൻ ഒരു ചെറിയ ബഡ്ജറ്റിലാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതൊരു വലിയ നഷ്ടമൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ കരിയറിൽ എന്നും ഒരു മികച്ച എന്താ പറയുക ഒരു സിനിമകൾ ചെയ്ത ഒരു സംവിധായകൻ എന്ന രീതിയിൽ ഒരു മുൻപന്തിയിൽ നിന്നുള്ള ഒരു സിനിമ തന്നെയായിരിക്കും സമാന്തരങ്ങൾ.